ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിം ജോങ് ഉന്നിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ വളരെ വിചിത്രമായ ഭരണരീതികളെപ്പറ്റിയും ക്രൂരതകളെപ്പറ്റിയും കേട്ടിട്ടുള്ളവരാണ് നമ്മൾ. അത്തരത്തിൽ വിചിത്രമായൊരു കാര്യമാണ് പ്ലഷർ സ്ക്വാഡ്. വടക്കൻ കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ സന്തോഷിപ്പിക്കാനായി രൂപീകരിച്ചിരിക്കുന്ന പ്രത്യേക സ്ത്രീകളുടെ സംഘമാണ് പ്ലഷർ സ്ക്വാഡ്. എല്ലാ വർഷവും 25 കന്യകകളായ പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുന്ന ഈ സംഘം ലൈംഗിക ആവശ്യങ്ങൾക്കും മറ്റുമായി ഉപയോഗിക്കപ്പെടുന്നു. അത്യന്തം രഹസ്യമായി മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പാണിത്. സുന്ദരിമാരായ കൗമാരപ്രായക്കാരെയാണ് ഇതിനായി സ്കൂളുകളിൽ നിന്നും മറ്റും തിരഞ്ഞെടുക്കുന്നത്. കിം ജോങ് ഉന്നിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ആനന്ദം, സേവനം, ആതിഥ്യം എന്നിവയാണ് ഇവരുടെ ചുമതലകൾ. ഈ പെൺകുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നു. കർശനമായ നിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കുന്ന ഈ സംഘത്തിലെ അംഗങ്ങൾക്ക് പിന്നീട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ അനുവാദമില്ല. വടക്കൻ കൊറിയയിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. വിവിധ മനുഷ്യാവകാശ സംഘടനകളും മാധ്യമങ്ങളും ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം റിപ്പോർട്ടുകൾ വടക്കൻ കൊറിയയിലെ മനുഷ്യാവകാശ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പലപ്പോഴും കാരണമാകാറുണ്ട്. ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട ഇയോൻമി പാർക്ക് എന്ന യുവതിയാണ് കിമ്മിനെ കുറിച്ച് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. കിമ്മിന് നിരവധി പെൺകുട്ടികൾ ഉൾപ്പെടെ പ്ലഷർ സ്ക്വാഡുകൾ ഉണ്ടെന്നും ഇതിലേക്ക് വർഷാവർഷം 25ഓളം പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുമെന്നും യുവതി പറഞ്ഞതായാണ് മിറർ റിപ്പോർട്ട് ചെയ്യുന്നത്. സൗന്ദര്യവും രാഷ്ട്രീയമായ സത്യസന്ധതയും അടിസ്ഥാനപ്പെടുത്തിയാണ് പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. 2 തവണ തന്നെ സ്കൗട്ട് ചെയ്തെന്നും എന്നാൽ കുടുംബത്തിന്റെ അവസ്ഥ മൂലമാണ് പരിഗണിക്കാതിരുന്നതെന്നും യുവതി പറയുന്നു. പെൺകുട്ടികളെ പ്ലഷർ സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് യുവതി പറയുന്നത് ഇങ്ങനെയാണ്: അവർ എല്ലാ ക്ലാസ് മുറികളും സ്കൂളിലെ പരിസര പ്രദേശമടക്കം സന്ദർശിക്കും. സുന്ദരികളായ കുട്ടികൾ ഒഴിവാകാതിരിക്കാനാണിത്. പെൺകുട്ടിയെ കണ്ടെത്തിയാൽ ആദ്യം അവരുടെ കുടുംബത്തിന്റെ ചുറ്റുപാടാണ് പരിശോധിക്കുക. പിന്നീട് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും നോക്കും. പെൺകുട്ടികളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടവരോ ദക്ഷിണ കൊറിയ പോലെയുള്ള രാജ്യങ്ങളിൽ ബന്ധുക്കൾ ഉള്ളവരോ ആണെങ്കിൽ അവരെ ഒഴിവാക്കും. തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടികൾ കന്യകമാരാണോ എന്ന് ഉറപ്പുവരുത്താൻ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയരാക്കുമെന്നും യുവതി പറയുന്നു. പരിശോധനയിൽ ചെറിയ പാടുകൾ കണ്ടാൽ പോലും ഒഴിവാക്കപ്പെടാം. കർശനമായ പരിശോധനകൾക്ക് ശേഷം കുറച്ച് പെൺകുട്ടികളെ പ്യോങ്യാങ്ങിലേക്ക് അയക്കും. ഏകാധിപതിയുടെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം. 3 ഗ്രൂപ്പുകളായി പെൺകുട്ടികളുടെ സംഘത്തെ തിരിക്കും. ഒരു സംഘം മസാജിനായും മറ്റൊരു സംഘം സംഗീതത്തിനും നൃത്തത്തിനുമായാണ്. എന്നാൽ 3ാമത്തെ സംഘം ലൈംഗിക ആവശ്യങ്ങൾക്കായാണ്. കിമ്മിനെയും സംഘത്തെയും എങ്ങനെ സന്തോഷിപ്പിക്കണമെന്നാണ് പെൺകുട്ടികൾ പഠിക്കേണ്ടതെന്നും അതാണ് അവരുടെ ഒരേയൊരു ലക്ഷ്യമെന്നും യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിസുന്ദരിമാരായ പെൺകുട്ടികൾ കിമ്മിന്റെ സേവനത്തിനായി നിയോഗിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർ കുറഞ്ഞ റാങ്കിലേക്കുള്ള ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും സേവിക്കും. പെൺകുട്ടികളുടെ പ്രായം 20കളുടെ മധ്യത്തിലെത്തിയാൽ അവരുടെ കാലാവധി അവസാനിക്കും. ചിലർ നേതാക്കളുടെ അംഗരക്ഷകരെ വിവാഹം കഴിക്കുമെന്നും യുവതി പറയുന്നു. ഈ പ്ലഷർ സ്ക്വാഡ് ആരംഭിച്ചത് 1970കളിൽ കിമ്മിന്റെ പിതാവാണെന്നും ലൈംഗികമായ അടുപ്പം അമരത്വം നൽകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നതായും യുവതി പറയുന്നു. എന്നാൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും ആശങ്കയുളവാക്കുന്നതുമായ കാര്യം എന്താണെന്നാൽ ഈ പെൺകുട്ടികൾക്കെല്ലാം 15 വയസ്സിന് താഴെയാണ് പ്രായമെന്നതാണ്.